അടാറ് ടേസ്റ്റിൽ ഒരു ചിക്കൻ പൊടിയുടെ റെസിപ്പി നോക്കിയാലോ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. കഴുകി വൃത്തിയാക്കി വെച്ച ബോൺലെസ് ചിക്കനാണേ. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാവേ. പൊടികളൊക്കെ ചിക്കനിൽ നല്ലോണം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരണം, എന്നാലേ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പുറമെ നല്ല ക്രിസ്പി ആയി വരുന്നിടം വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് എടുത്ത് മാറ്റാവേ. ചിക്കൻ ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിന് ഇഡ്ഡലിക്കും ദോശയ്ക്കും വരെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചിക്കൻ പൊടിയുടെ റെസിപ്പി ആട്ടോ ഇത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാവേ. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. കട്ടി കുറച്ച് അരിഞ്ഞതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകാണ്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ പൊടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഫൈനായിട്ടൊന്നും അരച്ചെടുക്കല്ലേ കേട്ടോ. പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ വറ്റൽമുളക് കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുവാണേ. വറ്റൽമുളകും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, സവാള, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ ഇനി കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കല്ലേ.